ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിച്ചിരിക്കുകയാണ്. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഇറാൻ പരാജയപ്പെടുക തന്നെ ചെയ്യും. എന്തെന്ന് വെച്ചാൽ ഇസ്രായേലിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. US ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് ഇറാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ മുമ്പ് പാലസ്തീനെ ചെയ്ത പോലെയാണ് അവർ ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ബോംബ് വർഷങ്ങൾക്ക് പിന്നിൽ അവർ വരും തലമുറയെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മുമ്പ് പാലസ്തീനിൽ ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയപ്പോൾ അവിടെ പിഞ്ചു പൈതങ്ങളെയാണ് അവർ കൊന്നൊടുക്കിയത്. ലോകരാഷ്ട്രങ്ങളെല്ലാം അതിനെ അപലപിച്ചിട്ടുണ്ടായിരുന്നു. പിഞ്ചു മക്കളുടെ ശിരസറ്റ കബന്ധങ്ങൾ മാതാപിതാക്കൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തെരുവിലൂടെ നടന്നു നീങ്ങുന്ന ദയനീയ അവസ്ഥ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. വരും തലമുറയെ കൊന്നൊടുക്കി അറുത്തുമാറ്റി സമൂഹത്തെ ഇല്ലായ്മ ചെയ്യലാണ് അവരുടെ ഉദ്ദേശം. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഇറാനിൽ അവർ ബോംബിടുമ്പോൾ അവിടെ ആദ്യമായി സ്കൂളിന് നേരെയാണ് അവർ ബോംബിട്ടത്. അതിൽ വിദ്യാർത്ഥികൾ മരിച്ചു വീഴുകയുണ്ടായി. എന്നാൽ തിരിച്ച് ഇറാൻ ആക്രമിക്കുമ്പോൾ US-ന്റെയും ഇസ്രായേലിന്റെയും പല സൈനിക താവളങ്ങളും വലിയ കേന്ദ്രങ്ങളുമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതിലൂടെ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് പകരം എതിർത്ത് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് വരുന്നത്. ഈ നിലക്ക് നോക്കുമ്പോൾ ഇറാനിന്റെ പരാജയമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ ഇറാനെ സപ്പോർട്ട് ചെയ്താലും ഇറാൻ സ്വാഭാവികതയിൽ പരാജയത്തിന്റെ വക്കിലേക്ക് നടന്നെടുക്കുകയാണ് ചെയ്യുക. ഇത്തരത്തിൽ ആരാണ് വിജയിക്കുക എന്നും ആരൊക്കെ ആരുടെയൊക്കെ ഒപ്പമാണോ നിൽക്കുന്നത് എന്നും നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ഏതായാലും ലോക സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.